ഹേ ഗൈസ്, നമ്മൾ പോകുന്നു തമിഴ്നാട്ടിലേക്ക്. എന്തിന്? അമ്പൂട്ടന്റെ ബർത്ത്ഡേക്ക് പടക്കം വാങ്ങാൻ. അമ്പൂട്ട് ഉറക്കമാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴി കാണാം. കാരണം ഇപ്പൊ ഉണർന്നു കഴിഞ്ഞാൽ ഭയങ്കര മൂത്താവധിയായിരിക്കും. സോ പോവാം. അത് പുതിയ സ്റ്റൈലാണ്, അങ്ങനെ വളച്ചൊക്കെ വയ്ക്കാൻ പറ്റും. അല്ല, നമ്മളൊക്കെ സാധാരണ തമിഴ്നാട് പോകുമ്പോൾ ഒന്നി നോർമൽ ഷർട്ട്, മുണ്ട്, അല്ലെങ്കിൽ സാരിയോ ചുരിദാറോ. ഇത് കണ്ടോ ഗൈസ്, ഒരാളിവിടെ ഓഫീസ് വേഷത്തിലാണ് രാവിലെ തമിഴ്നാട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. അതെന്ത് പറ്റി? തമിഴ്നാട് പോകാൻ വേണ്ടി, അതും പടക്കം വാങ്ങാൻ പോകാൻ വേണ്ടി. നമുക്ക് അത് മാത്രമല്ല, നമുക്കിനി കുറച്ച് ഇത്ര ദിവസം ഉണ്ട് കറക്റ്റ് അമ്പൂട്ടിനെ പുറത്തേക്ക് 2 ദിവസം. നിങ്ങളെല്ലാരും കമന്റ് ചെയ്ത്, അയ്യോ പിറന്നാൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ ആഘോഷിച്ചോന്ന്. അത് പിറന്നാളായിരുന്നു, അത് കുറെ പേർക്ക് അറിയത്തില്ല. ഇനിയാണ് അവന്റെ ബർത്ത്ഡേ വരുന്നത്. കാരണം ആദ്യത്തെ പിറന്നാളായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സദ്യയൊക്കെ വരും. അതുപോലെ ഓണത്തിനൊന്നും നമ്മളൊന്നും കൊടുത്തില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവന് പിറന്നാളിന് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ഫസ്റ്റാ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം പിറന്നാള് വേറെ, ബർത്ത്ഡേ വേറെ. ഭയങ്കര ആഗ്രഹമായിരുന്നു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ ഇതിട്ട് ഇറങ്ങിയപ്പോ അമ്മ ചോദിക്കുന്നു, എയർ ഹോസ്റ്റസ് അത് കേട്ടപ്പോ ഭയങ്കര കൊള്ളാം കേട്ടോ. കറക്റ്റ് ഒരു ഓഫീസ് ജോലിയിൽ ഇല്ലെങ്കിലും ഓഫീസ് ലുക്ക് ഇടയ്ക്ക് കിട്ടാ. എനിക്ക് ഓഫീസ് ജോലി ഉണ്ട്. സാറിന്റെ പി എ സാറ് ഉറക്കും. അമ്പ്രൂ പോവാൻ തമിഴ്നാട്ടിൽ പോവാൻ പടക്കം വാങ്ങാൻ എണീറാ. എടാ അച്ഛനാടാ പറയുന്ന എണീറാ ഇറക്കാം. നമുക്ക് നേരെ ഇറങ്ങാം തമിഴ്നാട്ടിലേക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ കുഞ്ഞിന്റെ ഡ്രസ്സും മാറിയില്ല. അത് കാറിയിരുന്നു. എഴുന്നേറ്റോടനെ കുരുത്തക്കേട് നോക്കിക്കോണേ. പിന്നെ അതും പിന്നെ എടുക്കാനുള്ള അമ്പുട ഉറങ്ങി എഴുന്നേറ്റിരിക്കണ നോക്ക്. ഒന്നും കിട്ടാത്തോണ്ട്, കളിക്കാൻ കിട്ടാത്തോണ്ട് ഡുണ്ടുനെ പിടിക്കുന്നു നോക്കട്ടെ. ഓ പിന്നെ ഡുണ്ടു പുറകിൽ ഒരാൾ കൂടെ ഉണ്ട്. ഞങ്ങക്ക് രാവിലെ ഷുഗർ ഒക്കെ ഒന്ന് നോക്കണം. ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പോകുന്നത്. രാവിലെ എല്ലാവരുടെയും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ചോര കൊടുത്തിട്ട് വരുക. ആ അമ്മയ്ക്ക് BP നോർമൽ. സാധാരണ എപ്പോഴും ഒന്നി BP എപ്പോഴും കൂടുതൽ ഇല്ലെങ്കിൽ കുറവ്, നോർമലായിട്ട് നിൽക്കത്തേ ഇല്ല അമ്മയ്ക്ക് BP. ഇന്ന് BP നോർമൽ. സ്ട്രോക്ക് വന്നവർക്ക് സാധാരണ എപ്പോഴും BP ഹൈ ആയിരിക്കും. എപ്പോ നോക്കിയാലും 190, 180. ഇന്ന് നോക്കിയപ്പോ നോർമൽ. എന്താ ലുക്ക്! പക്ഷെ വേറെ കുഴപ്പമില്ല, വല്ല ഫംഗ്ഷനൊക്കെ പോകുന്നേ കുഴപ്പമില്ല. തമിഴ്നാട്ടിൽ പടക്കം വാങ്ങാൻ പോകുമ്പോ ഈ ഡ്രസ് എടുത്തതാ കോമഡി. നമ്മളെ അടിപൊളി, നമ്മൾ RRലെ ഡാൻസ് കളിക്കുന്ന അതേ കോസ്റ്റ്യൂം. കോക്കനട്ട് ട്രീയും കൊള്ളാം, നൈസായിട്ടുണ്ട്, സൂപ്പർ. ഇന്നും ദോശയല്ലേ ഗൈസ്, ഇന്ന് സ്റ്റീം റൈസ് കേക്ക് അല്ലെങ്കിൽ ഇഡലി. സ്റ്റീം റൈസ് കേക്ക് എന്നല്ലേ പറയുന്നത്. സാമ്പാർ എടുക്കുക, ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിക്കുക, നല്ല സോഫ്റ്റ് ഇഡലി, നല്ല സാമ്പാറിൽ അങ്ങോട്ട് മുക്കുക. അടിപൊളി സാമ്പാർ. അന്ന് സദ്യയുടെ കൂടെ ഈ സാമ്പാർ അല്ലായിരുന്നു എന്തോ. ഇത് പച്ചടി അല്ലെന്ന് തോന്നുന്നു, ഇത് ബീട്രൂട്ടാണോ? എന്ത് സാധനം ഒരു ടേസ്റ്റ് കാണുന്നില്ല. സ്പൈഡർമാൻ നമ്മൾ അപ്പം വാങ്ങി സുഹൃത്തുക്കളെ. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ വെജ് സ്റ്റൂ, പിന്നെ ഒരു തീയല്. തീയൽ അടിപൊളി. കൊച്ചുക്ക് ചോടച്ചു തരാം. ചോറിൻ്റെ കൂടെ അടിപൊളിയാ. അതാ ഞാൻ പറയാം. ഒരു ചാള വറുത്തതും. ഓ സെറ്റ്. ആ ചേച്ചി ചോദിച്ചാൽ മോളാണോ? ഞങ്ങള് പിന്നെ ഇട്ടേക്കുന്ന ഉടുപ്പ് മോളല്ലേ. അമ്മയ്ക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മ മണി അടിക്കുന്നു. നമ്മൾ
നമ്മളത് തമിഴ്നാട്ടിലെത്തി സുഹൃത്തുക്കളെ, തമിഴ്നാട്ടിലെത്തി. ഇതേ അണ്ണൻ്റെ അടുത്ത് നമ്മള് കരിക്ക് വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. നെല്ലിക്ക എവിടെ അണ്ണാ? കിലോ 100 രൂപ. മൊത്തം നെല്ലിക്ക കേട്ടോ, സൈസ് നോക്ക് മോനെ. ഓ ആ വെട്ടി എന്റെ മുഖത്ത് കയറിച്ചണ്ണ. സാപ്പിടുങ്കോ സാപ്പിടുങ്കോ. ആ വ്യൂ നോക്ക് ഗൈസ്. നമുക്കിനി ഇവിടുന്ന് തെങ്കാശി ഒരു 25 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. പോയി നമുക്ക് പടക്കം വാങ്ങാം. ശിവകാശി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 60-70. അണ്ണൻ പറഞ്ഞ ശിവകാശി പോയാൽ നല്ല കിട്ടുമെന്നാണ് കേട്ടോ. തെങ്കാശി കറങ്ങി കറങ്ങി ഗോപുരത്തിരിക്കുന്നു. എന്റെ മുന്നേ കണ്ണു വിളിക്കുന്നു. വേറോട്ട് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം അന്ന് അച്ഛനുമായിട്ട് വന്നേ തെങ്കാശിയിൽ 60 ഷോട്ട് മൾട്ടി. 60 ഷോട്ട് 1400 ലേഡി. ഇത് 30 ഷോട്ട് ഇതുള്ളൂ 800. തമിഴ്നാട്ട് പൊണ്ണ തൂക്കടി. നമ്മൾ വേറൊരു കടയിലൂടെ കയറും കേട്ടോ. പക്ഷെ ഇവിടുന്ന് ഷോട്ടിന് ലാഭം കേട്ടോ. നമുക്ക് അതിന്റെ 30 ഷോട്ടൊക്കെ 800 രൂപ ഉള്ളായിരുന്നു കേട്ടോ. 800 ഇട്ടില്ല പുള്ളി, 750 സംതിങ് ഇട്ടോളൂ. അപ്പം ഇത് 60 ഷോട്ട്, ഇത് 30 ഷോട്ട്. മൊത്തം ഷോട്ട്. തമിഴ്നാട് സാപ്പാട്ട് മധുരൈ ഹോട്ടലിൽ കയറി. ഒരു ചേച്ചിയെ എന്നെ വേണോ? അത് ഈ ഒക്കെയാന്ന് തോന്നുന്നു. ഈ അക്ക ഇത് എന്നെ ചാതനം. ഇത് കണ്ടിട്ട് ഇതാണോ സൂപ്പ്? കൊള്ളത്തില്ല, എന്തുവാണേലും കൊള്ളത്തില്ല. ഗായ്സ് ലുക്ക് അറ്റ് ദാറ്റ്. എന്തൊക്കെ ഐറ്റം. 2 പപ്പടം ഓടി, ഒരു പപ്പടം, ഒരു ചപ്പാത്തി, പാവയ്ക്ക വറുത്തത് ഗൈസ്. അത് കൊള്ളാം. റൈസ് കുറച്ച് വെന്ത് പോയെന്നോ, സ്റ്റിക്കി ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ചെറുമലോ നെയ്. നെയ് വേണ്ട. അതെന്താ വേറെന്താ ഉള്ളത്? പരിപ്പ് പൊടി. ദോശപ്പൊടി പോലെ എണ്ണയിൽ ഒഴിച്ച് തിന്നുന്നുണ്ട്. നെയ് വേണ്ട. ആ പൊടി എണ്ണ ഒഴിച്ച് തിന്നുന്നതോ നെയ്യ് ഒഴിച്ച് കലക്കി തിന്നത്, അതുകൊണ്ടാ പറഞ്ഞത്. അയ്യോ ഞാൻ പെട്ടോ. ഇതിനകത്ത് നെയ്യ് ഒഴിച്ചല്ലേ കഴിക്കുന്നേ? ഞാൻ വെറുതെ പൊടിയായിട്ട് വാങ്ങിച്ചു. പരിപ്പ്, സാമ്പാർ, ഉള്ളി, സാമ്പാർ കൂടി പൊളി കഴിച്ചു. ഭയങ്കര ചിരിയാ. ഗൈസ് എനിക്ക് 2ാമത് ചോറ് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കറി എല്ലാം കൂടി കഴിച്ചപ്പോണ്ടല്ലോ. ആദ്യം ഇട്ട ചോറ് കഴിച്ചോളൂ, ആദ്യം കുറച്ച് കഴിച്ചോളൂ. പക്ഷെ കറി തോന്നുന്നുണ്ടോ, ഇഷ്ടം പോലെ കറിയുണ്ട്. കറി എല്ലാവരും കഴിയുമ്പോൾ വയറ് വെക്കും. ഇവിടെ നോക്ക്, ആ ഇരിക്കുന്നുണ്ടോ, ഇത്രയും കറി കേട്ടോ. മധുരൈ ഹോട്ടലിൽ അമ്പുവിന്റെ അഴിഞ്ഞാട്ടം. ഡാൻസാണോ പാട്ടാണോ എനിക്കറിയാൻ വയ്യ ഗൈസ്. കൈ കൊട്ടുന്നു. ഷൂ ഉണ്ടോ? നമ്മുടെ ഫ്രീക്ക് ഷൂ ആ. എന്തോ അലർച്ചയാടാ അതോന്നെ. സ്റ്റാൻഡേർഡ് ഫയർ വർക്ക്സ്. നമ്മളിതേ അടുത്ത കടയിലോട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഷോപ്പ് നമ്പർ 2. ഇവിടെ നമ്മൾ ആദ്യം കയറി വിലയൊക്കെ തരികയും പടക്കം വാങ്ങാൻ വന്ന ഓരോരുത്തരുടെ കോസ്റ്റ്യൂം ഒരുമാതിരി സത്യമാ മേടിക്കാതെ ചിൽഡ്രൻസ് ഒക്കെ കളർഫുൾ ആയിട്ടുള്ള എൻജോയ് പண்ற மாதிரி டிஃபரண்டா கொடுங்க. വെറൈറ്റി അതായത് ഇത് കഴുകൻ. ഇത് 4x4 വീലോ? ഇത് കറങ്ങുന്നതാണോ? ചക്രം മാതിരി. ഓക്കെ. യൂട്യൂബ് നമ്മ ചാനൽ സബ്സ്ക്രൈബ് பண்ணிருக்கா? என்ன சேனல்? പ്രവീൺ പ്രണവ്. ഒരു സബ്സ്ക്രൈബ് ആയാലും പ്രവീൺ. ദിസ് ഈസ് അവർ ചാനൽ. സബ്സ്ക്രൈബ് വീഡിയോல വെടിക്കും. ഓക്കേ സബ്സ്ക്രൈബ് பண்ணுங்கண்ணா. ഒരു സബ്സ്ക്രൈബർ
തമിഴ്നാട്ടിലെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കിട്ടി. പറഞ്ഞു ജയിക്കണം. ഒന്നും ചെയ്തില്ല. ഇല്ല ചവിട്ടിയ ചിലപ്പോ കടിക്കും. പറയാൻ പറ്റില്ല. കടിക്കാതെ തൊട്ടി ചവിട്ടിയെ കടിക്കും. അമ്മത്തോ പോകടാ. മുട്ട പടക്കം പൊട്ടിക്കുമ്പോ ഇത് മുട്ട ഇടും. സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. കേരളാവിലെ വന്നിരിക്ക എവിടാ? തിരുവനന്തപുരം പുളിയറ തെന്മല. എവളെ വീട് തെന്മല, ഞാൻ കൊല്ലം. പൂത്തിരി അതിനോട് പെരുസാ. ഇവിടെ അത് വെറൈറ്റി സാധനം. ഇവിടെ കയ്യില് വെച്ചാൽ കൊറേ നേരം ഇങ്ങനെ കത്തിച്ചുകൊണ്ട് നിക്കാം. അത് വലിയ പൂത്തിരി. ഞാൻ ഇത്രയും വലിയ പൂത്തിരി ഞാൻ കാണുന്ന കേട്ടോ. ആ വേലു. വേലു ഫ്രം ചെങ്കോട്ടൈ പുളിയറൈ. ജയപാണ്ടി. എന്തോ ഒരു ഐറ്റം വാങ്ങിച്ചു കഴിയാമോ? 2000 രൂപ ആയിട്ടുള്ളത്. 2000 രൂപ. ഇതൊക്കെ നമുക്ക് തന്നെ എന്താ കലണ്ടർ, അത് ഇത് സാധനങ്ങള് എല്ലാം 2000 രൂപ. നമ്മളെ നാട്ടിൽ ഇത് വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും 5000 രൂപ പുറത്താകും. ഉറപ്പാണ്, ഉറപ്പ്. നല്ല വില കുറച്ച് കിട്ടിയടി. മൊത്തത്തെ എമൗണ്ട് തന്നെ എത്രയും കൂടി കൂട്ടിയിട്ട് 2300 രൂപ ആയുള്ളൂ. അതിന് പുള്ളി 2000 രൂപ ഓരോന്നിനും കുറച്ച് ആദ്യം ഇട്ടത്. ഓരോന്നിനും കുറച്ചിട്ടിട്ടാണ് പിന്നെ ലാസ്റ്റ് കുറച്ചത്. അത് 2200 പറഞ്ഞു കേട്ടോ. 2000 ഒന്നും പറഞ്ഞില്ല. പിന്നെ ഈ സ്റ്റാൻഡേർഡ് ഫയർ വർക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ശിവകാശിയിലുള്ള ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക്. അപ്പൊ ഇവരുടെ കിട്ടുന്ന സാധനം അത്യാവശ്യം കോട്ടുള്ള സാധനമായിരിക്കും. പിന്നെ ബാക്കി നമുക്ക് പൊട്ടിച്ചു നോക്കിട്ട് പറയാം കേട്ടോ. പൊട്ടോ നിങ്ങൾ നമ്മളെ വീഡിയോയിൽ കാണും. വേലുണ്ണാ ബായ്. പേര് വെച്ചപ്പോ ഇങ്ങനെ വേലു. രണ്ടും ബല പിടിച്ചു. വേലു, ജയപാണ്ടി. ഇവരൊക്കെ പേര് പവർഫുൾ പേരാണ്. ജയപാണ്ടി, വേലു, മുരുകൻ. അച്ഛന്റെ പേര് മുത്തുമാണിക്യം. ഓ അത് കറക്റ്റ് തമിഴാണ് പേര്. മുത്തുമാണിക്യം. അച്ഛന്റെ ചേട്ടന്റെ പേര് ദക്ഷിണാമൂർത്തി. ഓയ്യോ ട്രാക്ടറൊക്കെ. ട്രാക്ടർ பாட்டக்க உண்டாகி பாடுது. அண்ணாய் உங்க டிராக்டர் இந்த பையன் வந்து திருட பாக்குறான் அண்ணா. அண்ணா ஓடிவா அண்ணா. ஏய் சின்ன பையா, நியூ ஷூ அது கழட்டி வச்சு போங்க. அந்த ஷூ போட்டு போனா வேணாம். அடா வர டிராக்டர். ஓ என்ன മോനെ നീ ആരടാ? എന്റെ ഒന്നാ. ഹായ് അമ്മ. വീട് അവിടെയാ? ഇത് നിലം ആരുടേത്? ഇത് എന്താ നിലം? ആ മലയാളിയാണ്. ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് തമിഴ് പറയുക? ആണോ? അയ്യോ ഈ റോഡിൽ കൂടെ പോകുന്നതിന് വടി. ആ പക്ഷെ ആ മലയാളത്തിനൊരു തമിഴ് ചായവ് ഉണ്ട് കേട്ടോ. 48 വർഷം അതിന്റെ ചായവാ. ആ മണി. തമിഴ്നാട് വന്ന് മണിച്ചേച്ചിയും പരിചയപ്പെട്ടു. നമ്മളിപ്പോൾ ഗുണ്ടാർ ഡാമിലാണ് സുഹൃത്തുക്കളെ. നമ്മൾ ആദ്യം ആ ഡാമിന്റെ അവിടെ പോയി. പുള്ളി 50 രൂപ പുള്ളിക്ക് വേണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ അങ്ങ് കയറ്റി വിട്ടു. സത്യം പറഞ്ഞാൽ അവിടുന്ന് 100 മീറ്റർ നമുക്ക് അവിടെ നിന്ന് കാണാമായിരുന്നു ഇവിടെയാണ് വെള്ളമെന്ന്. തണുപ്പുണ്ടാന്ന് നോക്കിയ കാലി. ഇതിപ്പം കറക്റ്റ് നമ്മളൊരു ഫോറസ്റ്റിന്റെ അതുകൂടെ പോകുന്ന ഒരു ഫീല് കിട്ടില്ല. ഇവിടെ ഇന്ന് കാണാം ഗൈസ്. വെള്ളം നിങ്ങൾ കാണുന്നുണ്ടോ? ദേ വെള്ളം ദേ ഇങ്ങനെ മെല്ലെ വീഴുന്ന കണ്ടോ? നൈസ് കേട്ടോ. അപ്പൊ നിങ്ങൾ വന്നാലും അങ്ങ് ഡാമിന്റെ അവിടെ പോകണ്ട. അതിനിപ്പുറം വെച്ചിട്ട് നമുക്ക് ഇതുവഴി കട്ട് ചെയ്ത് കയറിയാൽ മതി. നമ്മളും ചുമ്മാ 50 രൂപയും കൊടുത്ത് ഡാമിന്റെ അവിടെ കയറി പോയിട്ട് അത് ക്ലോസ് ആണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിറങ്ങി വന്നു. എന്നാൽ അവർ പറഞ്ഞതുമില്ല അവിടെ ക്ലോസ് ആണ്, പോയിട്ട് കാര്യമില്ല, വെള്ളം കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞില്ല. ഇവിടെയൊക്കെ കുളിക്കാൻ സെറ്റാ കേട്ടോ. അടിപൊളിയാണ് കുളിക്കാനായിട്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒഴുകി വരുന്ന വീഡിയോ? എടി നോക്കി പറഞ്ഞേ.
ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു സുഹൃത്തുക്കളെ, സൂപ്പർ. പക്ഷെ ലേറ്റ് ആയി നമ്മൾ പോവുകയാണ്. പക്ഷെ കൊള്ളാം കേട്ടോ, കുളിക്കാനൊക്കെ കൊള്ളാം. പക്ഷേ ഇവിടെയൊക്കെ നല്ല ആഴം കാണും, സേഫ് അല്ല ഇവിടെ ഒട്ടും, വേറെ ആരും ഇല്ല, പിന്നെ ഗാർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം വരുന്നവര് സ്വന്തം റിസ്കിൽ ഇറങ്ങുക. ഇവിടെ ഒന്നും ഇവിടെ കിടന്ന് കുളിക്കാം കേട്ടോ, ഇവിടെ കുളിക്കാം. ഹേ ഗായ്സ്, നൈറ്റ് നമ്മളിത് തമിഴ്നാട് വീതിയിൽ കൂടെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മലക്കറി വാങ്ങണം, പച്ചക്കറി വാങ്ങണം, അത് രണ്ടും ഒന്നല്ലേ. മുല്ലപ്പൂ വാങ്ങണം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ഏത് ഇവിടുന്ന് വാങ്ങുന്നത്? ഇവിടുന്ന് ഈ കോസ്റ്റ്യൂമിലൂടെ മുല്ലപ്പൂ ചേരും കേട്ടോ, സൂപ്പർ ആയിരിക്കും. ഇവിടെ എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസാ, പെട്ടെന്ന് പറയണം കേട്ടോ. അണ്ണം ഭയങ്കര ബിസിയാ. പെട്ടെന്ന് വെച്ച ടെൻഷൻ ആയിപ്പോ അണ്ണ ഇങ്ങനെ. എന്ത് വേണം? അരക്കിലോ പോര്, അരക്കിലോ മതി. എന്തോടി സാധനം? അറിയാത്ത സാധനം വാങ്ങണ്ട. ചൊച്ചക്ക, ചെറിയ തക്കാളി വേണമോ വലിയ തക്കാളി വേണമോ? വലിയ തക്കാളി പോട്ട്. അണ്ണന്റെ പേര് വെങ്കടേഷ്. കാലാങ്കര. இப்ப யாரும் இல்ல. அப்போட அப்பா பேரு முத்துமாணிக்கம், பாலமுருகன். அப்பா பேரு பாலமுருகன். ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രം സെറ്റിൽഡ്. നമ്മുടെ ഫംഗ്ഷന് ഗൈസ് എല്ലാരും വരുമല്ലോ, വീട്ടിലും എല്ലാരും വരും. അപ്പൊ നമുക്ക് അന്ന് വീട്ടിൽ ചെറിയ രീതിയിലൊന്ന് ഫുഡ് ഒരുക്കണം അല്ലേ, കുറച്ച് സാമ്പാറും മീൻകറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചൊന്ന് ഒരുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ചെറിയ അതെ അതെ കരഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് സാധിച്ച്. ആ അണ്ണം വക ഫ്രീ. ആമ്പളെ കണ്ട പെമ്പിളായിരുന്നു. അതിന് ഒരു പ്രശ്നമില്ല. അതാ പാട്ടൊക്കെ കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് ചെറിയ പാട്ടൊക്കെ കേട്ട് അണ്ണ വിട്ടിരുന്ന പൂവൊക്കെ നുള്ളി വൈബ്. എത്ര വർഷം അവർക്ക് അണ്ണ ഇവിടെ? 20 കൊല്ലം. കൊല്ലത്തിന് 3 കൊല്ലമാ? ഓ കൊല്ലം. ഗൈസ്, അപ്പോൾ നമ്മുടെ തമിഴ്നാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നേരെ ട്രിവാൻഡ്രത്തേക്ക് സുഹൃത്തുക്കളെ, ലെറ്റ്സ് ഗോ ഗൈസ്. ബർത്ത്ഡേക്ക് ഇനി 2 ദിവസം കൂടി മാത്രം. നമ്മളിതേ ഇനി ഒരു 40 കിലോമീറ്റർ ട്രിവാൻഡ്രം. നമ്മൾ ആയൂർ ചടയമംഗലം ആ വഴി വിട്ടില്ല, തിരിച്ചൊന്ന് വളഞ്ഞല്ല, നേരത്തെ ഇവിടെ കുറച്ച് വളവാണ് രാത്രി. നമ്മുടെ മറ്റേ സുമതി വളവില്ലേ, ആ വഴി, ആ റൂട്ട്. അമ്പൂട്ടൻ്റെ ഇരിക്കുന്ന കണ്ടോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി, അമ്മച്ചേനകത്തിരുന്ന് ചായ കുടിക്കണു. അതുകൊണ്ട് ഞാൻ അവനെ പുറത്തിറക്കി. ഉറക്കം വരുന്നു കേട്ടോ, അമ്പൂ നല്ല ഉറക്കം വരുന്നു. മുല്ലപ്പൂവൊക്കെ വെച്ച് ചേട്ടൻ കൊടുത്തയാ. എവിടെ പോയോന്നു മുല്ലപ്പൂവൊക്കെ? ബോംബെന്ന് മാമനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ബോംബെന്ന് മാമനെ അന്നങ്ങോട്ട് വന്നായിരുന്നു. ചിരിക്കുന്നടി. എടാ നിന്റെ ബർത്ത്ഡേ വരും. അല്ലെങ്കിൽ ചിരിക്കത്തില്ല, വരും. കഴിഞ്ഞ് വരുമോ? ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മുംബൈ നിർത്തിയിട്ടുണ്ടാ. അതെ, സിനിമ തുടങ്ങാൻ സമയമായി ഗൈസ്. നമ്മൾ മോഹൻലാലിന്റെ പടം ഒന്ന്, പക്ഷെ മോഹന്റെ പടം എനിക്കും അറിയത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ട്രെയിനിലെ ശോകമായിരുന്നു. അപ്പൊ പടത്തിന് പോവാം, സമയമായി. ഞാൻ രാവിലെ ഇറങ്ങിയ കാറിനകത്തിരുന്നതാണ് ഗൈസ്, ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കാർ കയറ്റി ഇട്ടിട്ട് കാർ കുത്തിയിടാൻ കഴിയും. വേറെ ആര് അറിയാന്നുള്ളതാ അവന്. സത്യോ ഇനി അറിയാന്നുള്ളടി. 3 മാസം ആയല്ലേ ഉള്ളൂ നമ്മള് വന്നിട്ട്. അപ്പുറത്തെ വീട്ടില് ചേച്ചി വന്നാലും കൈ പോകും. കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മോഹൻലാലിന്റെ മോന്റെ, എപ്പോഴും ഈ മോഹൻലാലിന്റെ മോൻ എന്ന് പറയണ്ട, പ്രണവ് മോഹൻലാൽ. മോഹൻലാലിന്റെ മകൻ എന്ന് പറയണ്ടല്ലേ, പ്രണവ് മോഹൻലാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. എനിക്ക് ഓർമ്മയുണ്ട, വേറൊന്നുമില്ല, ഞാനും ഇവളും കോളേജ് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ആദ്യമായി പോയി കണ്ട പടമാണ് ഹൃദയം, ഇല്ലേ? PVR തമ്പാനൂർ PVR പോയി കണ്ടത് ഹൃദയം. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പോപ്കോണിനൊക്കെ 400 രൂപ തിരുവനന്തപുരത്ത് വിലയുണ്ടെന്ന്.
ഓ അണ്ണ ഓർത്തിരിക്കുന്നുണ്ടോ? നമ്മള് കല്യാണ വീട്ടിൽ നഖം അണ്ണൻ കൂടെ കൂടെ പറയാം കേട്ടോ, നിങ്ങൾ മ്യൂസിക് ഒക്കെ മാറ്റണം, മ്യൂസിക് ഒക്കെ ചേഞ്ച് ചെയ്യണം. മ്യൂസിക് ഓർത്തിരിക്കുന്നുണ്ടോ? എവിടെങ്കിലും പിന്നെ പുട്ടോ എന്തെങ്കിലും കഴിക്കുന്നത് കാണിച്ച അപ്പോഴേ ഉണക്കമുന്തിരി ട്രെയിൻ പിടിച്ച് വന്നിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ഇതേ സമയം ഈ സത്യം വാട്ടർ ബ്രേക്ക് ഇല്ലേ, വാട്ടർ ബ്രേക്ക് തെമ്മലേന്ന് ഇരട്ടിക്കേര് 100 പുല്ലൂരോട്ട് പുല്ലൂർ ഇതേ കണക്ക് ലോറിയുടെ ബാക്കിൽ കിടന്ന് വരുവാ. അച്ഛനെ വണ്ടി ഓടിച്ചിരുന്നത്. അയ്യോ എന്താ ദിവസമായിരുന്നില്ലേ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ദേ വണ്ടു ഈ ചെടുക്കാൻ ഒരു വർഷം പോയ പോക്ക് കഴിച്ചു. ഒരു വർഷം പോയ പോക്ക്. ആ പടം കാണണോ നമുക്ക് പോടാ. ഒരു 1-ാം തീയതി വന്നില്ല. ഞാൻ 1-ാം തീയതി തൊട്ട് അനുഭവിക്കുക വേദന. 34 മണിക്കൂർ വേദന സഹിച്ചു. ഞാൻ അറിയാമോ നിഞ്ചിട്ട് വല്ല അറിയാമോ? നമ്മളങ്ങനെ സ്മൂത്ത് ആയിട്ട് എല്ലാം നടക്കും. നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ പോകും, പുനലൂര് പോകും. എനിക്കൊരു എന്റെ മൈൻഡിൽ എല്ലാം ഒരു ഹാപ്പി ഫ്രെയിമാ. അതായത് ഞാൻ പുറത്ത് നിൽക്കുന്നു, സിസ്റ്റർ കൊണ്ട് തരുന്നു, നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ. എനിക്ക് അകത്ത് കയറാം, അവിടെ പുല്ലൂരാണെങ്കിൽ അകത്ത് കയറാം. അപ്പം സിസ്റ്റർ കൈ കൊണ്ട് തരുന്നു, ഞാൻ കിസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഞാൻ എക്സ്പെക്ടേഷൻ ഡ്രീംസിൽ ഇരിക്കുമ്പോഴാണ് വാട്ടർ ബ്രേക്ക്, കൊതുകടി, ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. മെഡിക്കൽ കോളേജിൽ വരാന്ത, അകത്ത് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം പോകണം. ഇതൊന്നും ലൈഫിലൊന്നും പ്രൊഡിക്ട് ചെയ്യാത്ത കാര്യം നമ്മളെ ലൈഫിൽ നടക്കുക. പിന്നെ അന്നുണ്ടായിരുന്ന അച്ഛൻ ഇപ്പൊ കൂടെ ഇല്ല, അതും പ്രൊഡിക്ട് ചെയ്തില്ല. ഒരു വർഷം കൊണ്ട് സത്യം പറഞ്ഞു ലൈഫിലുണ്ടായ മാറ്റങ്ങൾ സത്യം. ഹേ ഗായ്സ്, അപ്പോ പടം കണ്ടിറങ്ങി സുഹൃത്തുക്കളെ. ഭയങ്കര വെട്ടം ഗൈസ്, മിസ്സാക്കരുത്. പേടിച്ച് സീരിയസ് ആയിട്ട് അമ്മ അതിന് പടം ഗൈസ്. എന്തൊരു പടം, എന്തൊരു മേക്കിംഗ് ആണല്ലേ. അയ്യോ ഭയങ്കര ഇഷ്ടം. ഞാൻ ആക്ച്വലി ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ഏറ്റവും ഇത്രയും പേടിക്കുന്ന പടം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും നമ്മൾ ഈ കോൺജുറിങ് അങ്ങനൊന്നുമല്ല, നമ്മളെ മലയാളം പടത്തില് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു പടം ഞാൻ വേറെ കണ്ടിട്ടില്ല ഗൈസ്. സീരിയസ് ആയിട്ട് എനിക്ക് നമുക്ക് ഈ പടം കണ്ടിറങ്ങിയോണ്ട് എന്തൊക്കെയോ തോന്നി. ഇറങ്ങി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. 12 മണിയുടെ ഷോ ഹൗസ്ഫുൾ ആണ്, നിങ്ങൾ ആലോചിക്കണേ. അതും 12. ഇപ്പൊ സമയം എത്ര മണിയായി? ഇപ്പൊ 2 മണി എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഗംഭീര മേക്കിംഗ്, ഗംഭീര അഭിനയം, ഗംഭീര കാസ്റ്റിംഗ്, ഒന്നും സൗണ്ട്, മ്യൂസിക് മിക്സ്, എനിക്ക് ഒന്നും പറയാനില്ല പടത്തെ പറ്റി. വേറെ ലെവൽ പടം സീരിയസ് ആയിട്ട്. അതെ, ഈ ഷെയ്ൻഡികത്തിന്റെയും മറ്റേ രേവതിയുടെ പടവും ഞാൻ കണ്ടിട്ടുണ്ടേ. ആ പടത്തിലെ ഭൂതകാലം, അതിലെ ഡയറക്ടറാണ് ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. കസേര വലിക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അതൊന്നും ഒന്നുമല്ല, ഇത് വന്ന് കാണണം. പ്രണവ് മോഹൻലാൽ ആക്ടിങ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് മൂവിയാണ് എനിക്ക് തോന്നിയത്. ആ പുള്ളി കൂടെ ഉള്ള സപ്പോർട്ടിങ് ആയിരുന്നു. സത്യത്തിൽ ഈ പുള്ളിയുടെ ഭൂതകാലത്തിലും ക്യാരക്ടർ കുറവാണ്. കൂടിപ്പോ ഒരു 10 ക്യാരക്ടർ താഴെ കാണത്തുള്ളൂ. ഇതിലും ഒരു മെയിൻ ആയിട്ട് ഒരു 5-6 ക്യാരക്ടർ. 5-6 ഇല്ല, മെയിൻ ആയിട്ട് കാണിക്കത്തില്ല. വളരെ ക്യാരക്ടർ കുറവാ. പക്ഷെ പടം ഒരു സെക്കൻഡ് നമുക്ക് ലാഗ് അടിക്കത്തില്ല. തിയേറ്ററിനകത്ത് ഈ ഹൊറർ പടം കാണുമ്പം ഈ ഇങ്ങനെ സസ്പെൻസ് വരുമ്പോൾ ആൾക്കാർ ചുമ്മാ ഇരുന്ന് കൂവൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ ആയിരുന്നു പടം തുടങ്ങിയപ്പോൾ. നമ്മൾ ഇവിടെയാണ് ഒന്ന് കണ്ട, നമ്മൾ തുടക്കത്തിൽ വിചാരിച്ച്. പക്ഷെ പിന്നീട് അവന്മാരും പേടിച്ച്. അതുകൊണ്ട് അവന്മാരും ഒരെണ്ണത്തിന്റെ ഒരനക്കോ ശ്വാസം ഇല്ലായിരുന്നു. പടത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ പീക്ക് ലെവല്. എന്തോന്നൊരു ഇത്ര ചില പ്രേതപ്പടം കാണുമ്പോ അങ്ങനെ ഭയങ്കര ധൈര്യശാലിയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ആക്ച്വലി എന്തല്ലോ നമ്മള് പിന്നെ ഇംഗ്ലീഷ് പടങ്ങളിലെ കാണുമ്പോഴെങ്കിലേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളും അതൊക്കെയാ. ഇത് നമ്മളെ ചുറ്റുപാട് നടക്കുന്ന പോലെ തോന്നുന്നു. ശരി നമ്മുടെ അപ്പുറത്തൊരു പറമ്പില് ഈ ഉദാഹരണം ഇങ്ങനെയൊക്കെ പറയുമല്ലോ, നമ്മൾ ഈ മരിച്ചവർക്ക് ആത്മാക്കൾക്ക് ശാന്തി കിട്ടില്ല, അപ്പൊ അതിന് നമ്മൾ ഇത്ര നാള് അവര് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവും. ചില ആഗ്രഹങ്ങള് സാധിക്കാൻ പറ്റാതെ പോയ ആത്മാക്കൾ എപ്പോഴും ഉണ്ടാവും, അവരവരുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളിലൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ പ്രേത സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി പടം ഭയങ്കര
ഇതായി. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിലോട്ട് അപ്പോൾ നമ്മള് ഈ ഒരു വീഡിയോയും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. തമിഴ്നാട് പോയി ഇന്ന് ഫുൾ ഓട്ടോ ആയിരുന്നു. ഒന്നും ഉറക്കമില്ല. എനിക്ക് ചെന്നിട്ട് എഡിറ്റിംഗ് ഉണ്ട്. സമയം ഇപ്പോൾ 2 മണി. ഞാൻ എപ്പോൾ ഉറക്കുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സോ ഇനി വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങണം. നാളെ പരിപാടി 2 ദിവസം കൂടി ഉള്ളൂ. 2 ദിവസം ഇല്ല, നാളെ 1 ദിവസം കൂടി ഉള്ളൂ അമ്പൂട്ടൻ്റെ ബർത്ത്ഡേ. അത് കഴിഞ്ഞാൽ സെറ്റ് ആക്കണം. സോ ഗൈസ് ബൈ. ഔട്ട്ഡോർ നടക്കുന്നതിന് അമ്പ് നല്ല ഉറക്കമാണ്. അപ്പോൾ ലവ് യു ബൈ. നാളെ കാണാം. നാളെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ലവ് യു ആൻഡ് ബൈ ഗൈസ്.